ഹായ്, എൻ്റെ പേര് അനഘ പിള്ളൈ. ഞാൻ വരുന്നത് അരയങ്കാവ് നിന്നാണ്, എറണാകുളത്ത് നിന്ന്. കഴിഞ്ഞ വർഷം 2023-24 കാലഘട്ടങ്ങളിൽ ഞാൻ ബ്രില്യൻറ്റിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ബാച്ച് R26 ആയിരുന്നു. കഴിഞ്ഞ നീറ്റ് എക്സാമിന് എനിക്ക് 681 സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചു. എക്സാം എഴുതി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആദ്യം സ്കോർ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് 681 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ സ്കോർ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴും അതേ മാർക്ക് തന്നെയായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. കാൽക്കുലേറ്റ് ചെയ്ത സ്കോർ തന്നെയാണ് കിട്ടിയതും. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചതിൽ ബ്രില്യൻറ്റിന് ഒരുപാട് പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ എക്സാം കഴിയുമ്പോൾ റിപ്പോർട്ട് കാർഡായിട്ട് ഞാൻ പോകുന്നത് ഇവിടുത്തെ കോർഡിനേറ്റർ സാർ ജോസഫ് സാറിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ സാർ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും മോട്ടിവേറ്റ് ചെയ്യും. മാർക്ക് കുറഞ്ഞാൽ അത് കുഴപ്പമില്ല, പിന്നെ പിടിക്കാം, അങ്ങനെ പറഞ്ഞ് പിന്നെ നമുക്ക് എപ്പോഴായാലും ഡയറക്ടർ സാറിനെ പോയി കാണാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ അജിത് സാറായിരുന്നു, അജിത് രാമചന്ദ്രൻ സാറിൻ്റെ സപ്പോർട്ട് ഒരുപാടുണ്ട്. നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു സാർ എപ്പോഴും തന്നുകൊണ്ടിരുന്നത്. എപ്പോഴും ഒരു ചിരി വെച്ച് അല്ലാതെ സാർ ക്ലാസ്സിൽ കയറാറില്ല. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ ആഴ്ചയും ഉള്ള എക്സാംസ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നത് പേൾ ഹോസ്റ്റലിലാണ്. എൻ്റെ മെയിൻ വാർഡൻ മിനിമിസും എൻ്റെ ഫ്ലോർ വാർഡൻ ഹരിഷ്മ മിസ്സും ആയിരുന്നു. അവർ രണ്ടുപേരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയ്യാതാവുകയാണെങ്കിൽ കൂടെ എപ്പോഴും വന്ന് അന്വേഷിക്കാനായാലും രാത്രി എല്ലാ ദിവസവും വന്ന് പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ഒക്കെ അവർ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡായാലും എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഫസ്റ്റ് ടൈം അല്ല വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഞാൻ 11th 12th ചാവറ പബ്ലിക് സ്കൂൾ പാലിയിൽ നിന്നായിരുന്നു. അവിടെ ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ ബ്രില്യൻറ്റിലോട്ട് വന്നത്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് ആദ്യമായിട്ടല്ലായിരുന്നെങ്കിലും എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഹോസ്റ്റൽ മെമ്മറീസ് എനിക്ക് ബ്രില്യൻ്റ് എന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ പിയർ ഗ്രൂപ്പ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ നല്ലൊരു ബാച്ചായിരുന്നു. എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൊഫസേഴ്സാണ്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫുമാരും അതെ, നമുക്ക് ഓരോ കോർണറിൽ ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് ഇവിടെ. അതെനിക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രൊഫസേഴ്സ് ആണെങ്കിൽ കൂടെ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അതിനുള്ള ആൻസർ അവരുടെ കയ്യിൽ എപ്പോഴും കാണും. ഒരുപാട് ഓരോ ടോപ്പിക്കിലും ഡീപ്പ് നോളജ് ഉള്ള പ്രൊഫസേഴ്സാണ്. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ബ്രില്യൻറ്റിൽ. ഇപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയാലും കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ഥലത്തു നിന്നുള്ളതുകൊണ്ട് ഓരോ ജില്ലകളിലും ഓരോ ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അവരായിട്ട് കമ്പനി ആവാൻ പറ്റി, ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളായിരുന്നു. ഒരുപാട് രീതിയിൽ കോമ്പറ്റീഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കാര്യം എനിക്കറിയില്ല, പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവിടെ വന്നതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടുത്തെ കോമ്പറ്റീഷൻ വളരെയധികമുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആയാലും ഓരോ എക്സാംസ് ഇടുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ മാർക്കിൻ്റെ ഒരു റേഞ്ചൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം കൂടെ അതാണ്. ഇനി അടുത്ത വർഷത്തേക്ക് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അധികം ടെൻഷൻ എടുക്കാതെ നിങ്ങൾ പഠിക്കുന്നത് എന്താണോ അത് നിങ്ങൾ കെയർഫുള്ളായിട്ട് പഠിക്കാൻ നോക്കുക. ഒന്ന് മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നെ പഠിക്കാമെന്ന് വെച്ചൊരിക്കലും മാറ്റി വയ്ക്കാതിരിക്കുക. അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് പഠിച്ചു പോയാലും നമുക്ക് വളരെ എളുപ്പമുണ്ട്. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.